കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് ഇത് നല്ലതുപോലെ പൊങ്ങി വരും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഈ മൈദയിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4-5 ബീൻസ്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസാണ് ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. സവാളയും അങ്ങനെയുള്ളതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ 3 തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിലിപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളെങ്കിൽ അത് എടുക്കാം. അങ്ങനെ 3 തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഗ്രീൻ പീസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ഗ്രീൻ പീസ് ചേർക്കുന്നില്ല. അതുപോലെ ക്യാപ്സിക്കം ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ തുറന്നു നോക്കുകയാണ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ ഇതിൽ ഞാനിനി കുറച്ച് ക്യാബേജാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ക്യാബേജും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാബേജ് ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും വഴറ്റുണ്ടാവും. ഒരു 30-40 സെക്കൻഡ്സ് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ക്യാബേജ് ഏകദേശം വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഗരം മസാല പൊടി ചേർത്താലും മതി. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കിതിൽ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിതിലിപ്പോൾ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഞാനിതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത മുട്ടയും കൂടി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. നമ്മൾ ചെറിയൊരു ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നില്ല, അത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരിയതായിട്ട് നമ്മൾ സമൂസക്ക് പരത്തുന്ന പോലെ നേരിയതായിട്ടൊന്നും പരത്തണ്ട കേട്ടോ. കുറച്ചൊരു ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവത്തിൽ, അതായത് നമ്മൾ പൂരിയൊക്കെ പരത്തുന്നില്ല ഒരു പരുവത്തിൽ കുറച്ചൊരു വണ്ണത്തോടെയാണ്
പരത്തിയിട്ടുള്ളത്. എന്നാൽ ബട്ടൂരയുടെ അത്രയും വണ്ണവും വേണ്ട. അങ്ങനെ ആകുമ്പോൾ ഇത് ഭയങ്കര വണ്ണം വെച്ച് പോകും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു പൂരിയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ ആ ഒരു വണ്ണത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെച്ച് കൊടുക്കാം. നല്ലോണം ഫില്ലിംഗ് ഉണ്ടെങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു കോൺ ഷേപ്പിലേക്ക് മടക്കിയെടുക്കാം. ആദ്യം ഒരു സൈഡ് ഇതുപോലെ മടക്കി, എന്നിട്ട് രണ്ടാമത്തെ സൈഡും കൂടി മടക്കിയതിന് ശേഷം അത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഒട്ടിയിട്ട് കിട്ടും. അതിനുശേഷം ഈ മുകൾ ഭാഗവും കൂടി ഇതുപോലെ പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം തടവി കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒട്ടി നിൽക്കും. നന്നായിട്ട് ഒട്ടി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോവും. അപ്പോൾ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം തടവിയിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരു 6 എണ്ണമാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഫില്ലിംഗ് എന്നും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് 6 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും ഒരു 6-7 എണ്ണം ഉണ്ടാക്കാൻ മാത്രമുള്ള ഫില്ലിംഗ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാനത് സമയമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഓരോ സ്നാക്കും എടുത്ത് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ഇത് ഫ്രൈ ചെയ്യുന്ന സമയം മുഴുവനായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അത്രയും എളുപ്പത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഈ ഒരു മാവ് നമ്മൾ നേരിയതായിട്ടാണ് പരത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ബട്ടൂരൊന്നും പരത്തുന്ന പോലെ വണ്ണത്തിലല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ്സ് അത്രയും മതിയാവും. ആ ഒരു സമയം കൊണ്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നമുക്ക് ആ ഒരു നല്ല ബണ്ണ് പോലെയുള്ള ആ ഒരു പുറം ഭാഗവും പിന്നെ ഉള്ളിലുള്ള ആ മുട്ടയുടെ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടാൻ കാരണം അതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു വെജിറ്റബിൾ മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. മുട്ട സത്യം പറഞ്ഞാൽ ആവശ്യം പോലും ഇല്ല. ആ ഒരു വെജിറ്റബിൾ ഫില്ലിംഗ് മാത്രം വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. അത്രയും രുചിയാണ് അതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ചിക്കനൊന്നും വേണ്ടാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുട്ടയില്ലാതെയും ഇത് തയ്യാറാക്കിയെടുക്കാം. വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗ് മാത്രം മതി. അതിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you.